ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സാലറി സ്കെയിൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബേസിക് ആയിട്ട് വരുന്നവർക്ക് മിക്കയിടത്തും തന്നെ ഞാനൊക്കെ വന്ന സമയത്ത് ഒരു 2400-800 ആ ഒരു റേഞ്ചിലായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ മിക്കയിടത്തും തന്നെ 3000 യൂറോ കൂടുതൽ തന്നെ എല്ലായിടത്തും തന്നെ സാലറി ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യും. മീൻസ് ഇപ്പം നോട്ട് ഓഫ് നാമയിൽ വർക്ക് ചെയ്യുന്നവര്, എമർജൻസി കെയർ യൂണിറ്റ്, ICUല് അല്ലെങ്കിൽ സ്ട്രോക്ക് യൂണിറ്റ്, സ്പെഷ്യലൈസ് ചെയ്ത എന്തെങ്കിലും മോണിറ്റർ ഉപയോഗിക്കുന്ന വാർഡുകളാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പ്രാക്സ് ആൻഡ് ലൈറ്ററിങ്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ വൈറ്റ് ബിൽഡിംഗ് ചെയ്തവർക്ക് അങ്ങനെയൊക്കെ ഓരോ കാറ്റഗറിയിലും അവർക്ക് സാലറി കൂടിക്കൊണ്ടിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫെട്രാഗ് മീൻസ് നമ്മുടെ കോൺട്രാക്ട് അനുസരിച്ചിരിക്കും. ചിലവര് ടിഫ ഓഡി എന്ന് പറഞ്ഞുണ്ടാവും, കാരിത്താസ് ഫെട്രാഗ് ഉള്ളവരുണ്ടാവും, ചിലവര് മറ്റേ ആഫോവാറിന്റെ ഫെട്രാഗ് ഉള്ളവരുണ്ടാവും. അങ്ങനെ ഓരോ ഫെട്രാഗ് അനുസരിച്ചിരിക്കും പിന്നെ സാലറി സ്കെയില്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ജൂലൈയിൽ മുതൽ അടുത്ത ജൂലൈ വരെ ഒരു ടൈം പീരീഡിൽ ഒരു സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു വർഷത്തേക്കുള്ള സാലറി ഇൻക്രിമെന്റ് എത്രയാണെന്നുള്ള രീതിയിലാണ് വരാറ്. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ എക്സ്പീരിയൻസ് അനുസരിച്ച് മീൻസ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് ഓരോ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് സ്റ്റൂഫെ കൂടും, മീൻസ് നമ്മുടെ ലെവൽ കൂടും. അപ്പം ആദ്യം ബാസിസിൽ മീൻസ് ബേസിലാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെവലിലോട്ട് കൂടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫയർ ടാഗ് പബ്ലിക് ഹോളിഡേസിനൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സാലറി ഉണ്ട്. അതുപോലെ ഇപ്പൊ നൈറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നൈറ്റ് ചെയ്യുന്നവർക്ക് അതിന്റേതായ സോഷ്യൽ ആഗ് ഉണ്ട്, മീൻസ് അതിന്റേതായ സാലറി കൂടി കിട്ടും. ഇപ്പൊ എന്റെ ഒക്കെ കേസിൽ പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ നൈറ്റ് ചെയ്യാറില്ല, പക്ഷെ നൈറ്റ് ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സാംസ്റ്റാക് സോണ്ടാഗ് എന്ന് വെച്ചാൽ ശനിയും ഞായറും. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജർമ്മൻസിനൊക്കെ എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് അവർക്ക് ശരിക്കും ശനിയും ഞായറും എന്ന് പറഞ്ഞാല് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം. അപ്പം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഡ്യൂട്ടിക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെയൊക്കെ സ്റ്റേഷനിലാണെന്ന് വെച്ചാല് ഇപ്പം ക്രിസ്മസിന് നമ്മൾ ഡ്യൂട്ടി ചെയ്തെന്ന് വെച്ചാല് ഓട്ടോമാറ്റിക്കലി ന്യൂ ഇയറിന് അവർക്ക് അവധി കിട്ടും. എന്ന് വെച്ചാൽ ഒരു ആള് ക്രിസ്മസിന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ന്യൂ ഇയറിന് അവധി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ആണ് ഈ ഫിങ്സ്റ്റണും ഓസ്റ്റണും. മീൻസ് ഈസ്റ്ററിന് നമ്മൾ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ഫിങ്സ്റ്റൺ അവധി കിട്ടും, ഫിങ്സ്റ്റണ് ജോലി ചെയ്യുന്നവർ ഈസ്റ്ററിന് ഡ്യൂട്ടി ചെയ്യും. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയർ ടാഗ് പബ്ലിക് ഹോളിഡേസിൽ നമുക്ക് സാലറി കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം 48 മണിക്കൂറിനുള്ളിൽ നമ്മളെ ഡ്യൂട്ടിക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മളെ ഡ്യൂട്ടിക്ക് വിളിക്കുകയാണ്, അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാല് അവധിയുള്ള ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് +20 നമുക്ക് മണിക്കൂർ 6/2 കൂടുതലായിട്ട് കിടക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐൻസ്പ്രിങ്ങും പ്രീമിയം ഉണ്ട്. അത് നമുക്ക് ഓരോ ഫെട്രാഗ് അനുസരിച്ചിരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ അവരെത്രയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഐൻസ്പ്രിങ്ങും പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് ഈ വൈനാഹ് സമയത്തൊക്കെ ഇപ്പൊ നവംബർ മാസമാണ് മിക്കവാറും അത് വൈനാഹ് ഗൾഡ് കയറും. എന്ന് വെച്ചാല് നമുക്ക് വൈനാഹ് ഗൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസിന് അടിച്ചു പൊളിക്കാൻ കുറച്ച് പൈസ കൂടുതൽ കിട്ടും. പക്ഷെ അത് എല്ലാ ആർബൈറ്റ് ഫെട്രാഗിലും ഇല്ല. ഇപ്പൊ എന്റെ ഒക്കെ കേസിൽ ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടി ചെയ്ത കെയർ ഹോമിലൊന്നും അത് ലഭിക്കത്തില്ലായിരുന്നു. ഇപ്പൊ മാറി കയറി ഹോസ്പിറ്റലിൽ കയറിയപ്പം വൈനാഹ് ഗൾഡ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ വൈനാഹ് ഗൾഡ്, ഉർലോബ് ഗൾഡ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ആർബൈറ്റ് ഫെട്രാഗ് കിട്ടുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ സാലറി എങ്ങനെയുണ്ടെന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.